നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ഒത്തിരി എന്നാ പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ജനപ്രിയമായ സാരികൾ എന്ന് പറയാം. ഞാനിത് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് ഒറ്റ പീസ് പോലും ഞങ്ങളുടെ ഷോപ്പിൽ ഒന്നും വെക്കാൻ പറ്റിയില്ല. കാരണം ഓൺലൈനിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സ്റ്റോക്ക് തീർന്നു. എപ്പോഴും ആൾക്കാർ ഇതിൻ്റെ റീസ്റ്റോക്ക് ഇപ്പോഴും ചോദിച്ചു അങ്ങ് ഓൺലൈനിൽ കാണിക്കാമെന്ന് വെച്ചു. ഇത് നമ്മുടെ ടസറാണ്, പ്യുവർ ടസറല്ല, സെമി ടസറാണ്. വേണ്ട, ഈ പാർട്ട് വരുന്ന ബ്ലൗസാണ് കേട്ടോ. ഞാൻ ആദ്യം തൊട്ടുള്ളത് കാണിക്കാം. ഫോൾഡിങ് ഒരു ഇതാണ് സാരി. കണ്ടോ, നിങ്ങളിതിൻ്റെ ഈ സാരി ഇത്രയും മനുഷ്യർക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആ ടസറിൻ്റെ റിപ്ലിക്ക എന്ന് പറഞ്ഞാൽ ടസറിൻ്റെ സെയിം ഫീല് തോന്നിക്കും. നല്ല ഒരു എന്നാ പറയുന്നത്, നല്ലൊരു ഒരു വെറൈറ്റി ലുക്ക്. ഈ ഒരു സിക്സാഗ് പ്രിൻ്റ് മുകളിൽ വരുന്നു. ഇതിന് ഒരു നോർമൽ വീതിയേ ഉള്ളൂ. താഴത്തേത് ഇത്തിരി കൂടി വീതിയുണ്ട്. ഇത് കണ്ടോ, ഇത്തിരി കൂടി വീതിയുണ്ട്. ഒത്തിരി അകലെയാണ് പോയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഞാനിപ്പോൾ ആദ്യം ഇതാണ് മുന്താണി വരുന്നത്. ഉണ്ടോ, ഇങ്ങനെ വരും മുന്താണി. ടാസിൽസ് ഒക്കെ പിടിപ്പിച്ച് ഇങ്ങനെ വരും മുന്താണി. ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഓറഞ്ച് ഷെയ്ഡില്ലേ, ഓരോന്നേലും ഓരോ ഷെയ്ഡാണ് ബ്ലൗസായിട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ നോക്കുക, ഈ ഷെയ്ഡിലോട്ട് നിങ്ങൾ നോക്കിയേ. ആ ടസറിൻ്റെ ഒരു സ്റ്റഫിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് നമുക്ക് മനസ്സിലാകുന്നില്ലേ. പ്യുവർ ടസറിൻ്റെ റേറ്റും ഇതിൻ്റെ റേറ്റും കൂടെ താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. എന്നാൽ പോലും നല്ല ടസർ ഫീല് തരുന്ന, നല്ല ഗ്രാൻഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇതിൻ്റെ പല കളേഴ്സുണ്ട്. അപ്പോൾ ആ കളേഴ്സിന് അനുസരിച്ച് നമ്മൾ ആക്സസറീസും കൂടെ ഇടുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഫങ്ഷനുകൾക്കൊക്കെ പോകാം. അതിനുള്ള റേറ്റ് ഒട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റേറ്റ് ഇല്ലാതാനും. ഇതാ അടുത്തത് ഉണ്ടോ, ഇതിൻ്റെ ബോഡിയിൽ ഈ ഒരു വാടാമുല്ല അല്ലെങ്കിൽ വൈൻ ഷെയ്ഡിൻ്റെ ഒരു കളറാണ് വരുന്നത്. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരും, മുകളിലത്തെ ബോർഡർ വരുമ്പോൾ വേണ്ട ഇങ്ങനെ വരും. ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല ആ ഇവിടുത്തെ ആ ഒരു സ്റ്റഫിലോട്ട് നിങ്ങൾ ശരിക്കും നോക്കിക്കേ. നേരെ കാണുന്നവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ആ ടസറിൻ്റെ തനി ഫീല് കിട്ടുന്നില്ലേ. ഈ ബ്ലൗസ് കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് മുന്താണി. കണ്ടോ, മുന്താണിക്ക് ഇത്. ഇനി ബ്ലൗസിന് ഏത് കളറാണ് വന്നേക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ബ്ലൗസ് വന്നിരിക്കുന്ന ഈ ഒരു ബേൺഡ് ഓറഞ്ചിൻ്റെ ബ്ലൗസ്. പ്ലെയിൻ ആണ് ബ്ലൗസ്, പക്ഷേ ടസറിൻ്റെ നല്ല ഫീലാണ്. അപ്പോൾ ആ ബ്ലൗസും കൂടെ ഇട്ട് കഴിയുമ്പോൾ സാരിയുടെ ആ ഒരു ബോർഡറും ആ സിക്സാഗ് പ്രിൻ്റ് എന്ന് പറയുന്നത് തന്നെ എപ്പോഴും ഡിമാൻഡുള്ള ഒരു ഇതാണല്ലോ സിക്സാഗ് പ്രിൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ആൾക്കാർ ഒത്തിരി പേര് സിക്സാഗ് പ്രിൻ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത് കണ്ട അപ്പോഴേ അത് വേണം എന്ന് പറയുന്നവരെ. ഇതിൻ്റെ ഫോൾഡിങ് ഒരു പ്രത്യേക ഒരു ഫോൾഡിങ്, അതുകൊണ്ടാണ് ചുരിദാർ സെറ്റിന് വരുന്ന പോലത്തെ സൈസ് ഫോൾഡിങ്. ഇത് അടുത്തത് ഇങ്ങനെ ഇരിക്കും, ഒലീവ് ഗ്രീൻ. നിങ്ങൾക്ക് ഒരു കളർ കിട്ടിയില്ല, നിങ്ങളൊരു കളർ ചോദിച്ചു, ആ കളർ കിട്ടിയില്ല എങ്കിൽ ആ കളർ വരുമോ എന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്യേണ്ടതില്ല. കാരണം ഇനി ഇത് വരാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് വന്നെങ്കിലേ ഉള്ളൂ നിങ്ങൾ മറ്റൊരു കളർ എടുത്തോളൂ. എടുപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. ചിലരുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, എന്നിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഇത് വരാൻ ചാൻസ് ഇല്ല. ഞാൻ തന്നെ ഈ പ്രാവശ്യം ഒത്തിരി ട്രൈ ചെയ്തിട്ടാണ്. ഇതിൻ്റെ ലൈൻസ് ഉള്ളത് എനിക്ക് കിട്ടി, പക്ഷെ സിക്സാഗ് പ്രിൻ്റ് ഉള്ളത് കിട്ടിയില്ലായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് മുന്താണി കേട്ടോ. ബോഡി വരുമ്പം ഇങ്ങനെ വരും. ഈ ഒരു ഒലീവ് ഗ്രീൻ്റെ ഷെയ്ഡിൽ ഒരു ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണല്ലോ പോകുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ പീച്ചിന് മാത്രം ഇച്ചിരി എടുപ്പുണ്ട്. അത് നല്ലൊരു രസമാണ്, നല്ലൊരു ഭംഗിയാണ്. ഇവിടെ മൊത്തത്തിലും ഒരു കളർ ഇതല്ല, കുറച്ച് ഭാഗം നല്ല ഇത് എന്താ പറയുക, ഒരു ഡസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു പേസ്റ്റലായിട്ട് നിൽക്കും. ബാക്കി ഇങ്ങോട്ടുള്ള കുറച്ച് സിക്സാഗിൻ്റെ കുറച്ച് ഭാഗം ഇതായിട്ട് നിൽക്കും. ഞാൻ കണ്ണാടിയിൽ എൻ്റെ കണ്ണ് മുഴുവൻ. ഇനി ബ്ലൗസ് കാണിക്കാവേ. അല്ലേ, ഇതിന് ബ്ലൗസായിട്ട് വരുന്നത് ഇതാ ഈ ഭാഗമാണ്. അതായത് ഈ ബോർഡറിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ ആയിരിക്കും പോകുന്നത്. ഇതിൻ്റെ ഇപ്പം ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് അതാണ് വരുന്നത്. കണ്ടോ, അടുത്ത കളറ് വയലറ്റ് അല്ലെ തീപ്പെട്ടി കളർ എന്നൊക്കെ പറയും നാട്ടിൻപുറങ്ങളിൽ. അതും ഇങ്ങനെ ബോർഡർ വരുമ്പം പല ഇത് ചോക്ലേറ്റ്
ലൈറ്റ് ഷെയ്ഡ്സാണ് ഇവിടെ കൂടുതൽ. മുമ്പ് നമ്മൾ ഇതിന് മുന്നേ കണ്ടതിൽ ഇവിടേക്ക് വരുമ്പോൾ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ് പീച്ചൊക്കെ. ഇവിടേക്ക് ഇതിനിപ്പോൾ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ്, ക്രീമിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു സാൻഡൽ ഷെയ്ഡ് അങ്ങനെ വന്നിട്ട് വയലറ്റ് ബോഡി. നിങ്ങൾ സ്റ്റഫാണ് അതിൻ്റെ സ്റ്റഫ് എല്ലാം നല്ലതാണ്, ഒന്നും നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാ പറയുന്നത്, വിലയും അതിലും നല്ലതാണ്. ഇതാ മുന്താണി ഉണ്ടാ, നല്ല രസമല്ലേ. ബ്ലൗസ് ഇതെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഗ്രീൻ പോയിരിക്കുന്ന ഈ ഒരു ഗ്രീനാണ് ബ്ലൗസിന് പെയർ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ടെങ്കടീന്നൊക്കെ ഒരു സൗണ്ട് കേൾപ്പിച്ചില്ലേ, അങ്ങനത്തെ സൗണ്ടുകളൊക്കെ നമുക്ക് വരുന്ന എപ്പോഴാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അടിപൊളിയാണെന്ന് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് വേറൊരു നമ്മളിപ്പോൾ ഒരു എല്ലാവർക്കും സർപ്രൈസ് അടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു എക്സാജറേഷൻ വരുന്ന ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ മലയാളത്തിൽ പുറപ്പെടുവിക്കുന്ന കുറച്ച് സൗണ്ടുകളല്ലേ അത്, അല്ലേ? എൻ്റെ പൊട്ട ചോദ്യങ്ങളാട്ടോ. ബ്ലൂ, നല്ല പീക്കോക്ക് ബ്ലൂ. ഇത് മുന്താണിയെ വരും. ഇതിൽ ഏതെങ്കിലും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരിക്കും. ബ്ലൗസ് ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റ് വരും. ഇത് ഞാൻ പറഞ്ഞിട്ട് ലിമിറ്റഡ് പീസസേ ഉള്ളൂ, ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ സ്റ്റോക്ക്. നിങ്ങൾക്ക് ഒരു കളർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ വേറൊരു കളർ ചോദിക്കുക. പിന്നെ വേറൊരു കാര്യം, ഒരു കാരണവശാലും ഒരു 10 മിനിറ്റിന് മുകളിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ. വേറെ ഒന്നും ഓർക്കരുത്. ഇത് അതുപോലെ ആവശ്യക്കാരുള്ള സാരിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാലും ഞങ്ങൾ ചോദിക്കും, ഇത് വേണ്ടതാണോ, റിപ്ലൈ വേഗം ചെയ്യാവോ എന്ന് നമ്മൾ ഇവിടുന്ന് ചോദിക്കും. അപ്പം ചോദിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ 90%. പിന്നെ ചില കേസിൽ ചോദിച്ചാൽ റിപ്ലൈ കിട്ടാൻ ഭയങ്കര താമസം, അന്നേരം ഞങ്ങൾ കൊടുക്കും. കാരണം പൈസ ഇട്ട് കൊടുക്കുന്നവർക്കാണ് എപ്പോഴും പ്രിഫറൻസ്. ബിസിനസ് അല്ലേ. മുന്താണി കാണിച്ചു തരാവേ. കണ്ടോ നല്ലല്ലേ? ഇച്ചിരി എടുത്തത് കൂടിപ്പോയിന്ന് കളിയാക്കി പറഞ്ഞ ഇല്ല. ഇങ്ങനെ ഇരിക്കും ബോഡി. നിങ്ങൾ നോക്ക്, ടസർ സാരി ഉടുത്ത പോലെ തന്നെ ഫീല്. ഉടുത്ത് കാണിക്കണമായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഈ സാരി വന്നപ്പോഴും ഞാൻ ഉടുത്ത് കാണിക്കണം എന്ന് വെച്ചു. സിറ്റുവേഷൻസ് ഇപ്പോൾ ഉടുത്ത് കാണിക്കാനൊന്നും നല്ല മസ്റ്റാർഡിയല്ലോ. ഇതിൻ്റെ ഈ സൈഡിൽ ഈ ബേൺഡ് ഓറഞ്ചിൻ്റെ ഇതും കൂടെ പോയേക്കുമ്പോൾ എന്നാ രസമാണെന്നറിയാവോ? ഈ 2-3 കളറുകളുടെ മിക്സായിട്ട് ഇങ്ങനെ പോയേക്കുമ്പോൾ എന്നാ രസമാണെന്നറിയാമോ? ഇത് ബ്ലൗസ്, ബേൺഡ് ഓറഞ്ചിൻ്റെ ഡാർക്ക് ബ്ലൗസ്. ഇനി ബോഡി കാണിച്ചു തരാം, ഒന്നും കൂടെ കാണിച്ചു തരാം. മുന്താണി ഇതേ കാണിക്കാവേ. ബോഡി അതിനോടത്തിരിക്കുന്നു. മുന്താണി ഇതേണ്ടേ ഇങ്ങനെ കണ്ടോ, നല്ല രസമല്ലേ? നല്ലൊരു മസ്റ്റാർഡി അല്ലേ കേട്ടോ, നല്ല കളറ് തോന്നിക്കുന്ന, നമുക്ക് ഏത് കളർ ടോണിനുള്ളവർക്ക് നന്നായിട്ട് ചേരുന്ന, മുഖത്തേക്ക് നല്ലൊരു ലൈറ്റ് ഫീൽ ചെയ്യിക്കുന്ന ഒരു എന്താ പറയുക കളറ്, മഞ്ഞ കളറാണ്. അടുത്തത് എൻ്റെ ലൈറ്റ് ഷെയ്ഡുകാർക്ക് എൻ്റെ ഫേവറേറ്റ് സാൻഡൽ ഷെയ്ഡ് ക്രീം. ഇതിൻ്റെ ബോർഡർ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. താഴത്തെ ബോർഡർ, വെള്ളത്തെ ബോർഡർ ഇതേണ്ടേ ഇങ്ങനെ. നല്ല എടുപ്പായിരിക്കും കേട്ടോ. ഇതിന് നല്ല ബ്ലാക്കിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം. ബ്ലാക്കിൽ കുഞ്ഞു മുത്തുകളുള്ള പല ലെയറായിട്ടുള്ള മാലയുണ്ടല്ലോ, വെറും മുത്തുമാല. ഇതൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുക. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ കണ്ടോ, നല്ല ഡാർക്ക് ഈ ഒരു മറ്റേ ഈ അടയ്ക്കാടൊക്കെ കളർ എന്ന് പറയല്ലേ, ബ്രിക്ക്, ആ കളറ്. മുന്താണി കാണിച്ചു തരാവേ. ഇത് വരും മുന്താണി. നല്ല രസമല്ലേ? ഞാൻ ഓരോ പ്രാവശ്യം ചോദിച്ചോണ്ടിരിക്കുക നല്ല രസമല്ലേ എന്ന്. അടുത്തത് ടീൽ ബ്ലൂവിൻ്റെ ടീൽ ബ്ലൂവും ഗ്രേയും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ. തനി ടീൽ ബ്ലൂ എന്ന് പറയത്തില്ല,
ഇച്ചിരി ഒരു ഗ്രേയുടെ ഒരു അല്ല ആഷിൻ്റെ ഒരു മിക്സ് ഉണ്ട് അതിന്. അങ്ങനെ ഒരു കളറാണ്. സ്ക്രീനിൽ കാണുന്നത് തന്നെയാണോ? കളർ തന്നെയാണ്. ഇത് വരും ബ്ലൗസ് ഉണ്ടോ, ഈ ഒരു മെറൂണും ബ്ലാക്കും കൂടെ വന്നേക്കുന്ന ഒരു സെറ്റ് പ്രിൻ്റ് ആയിട്ടുള്ള ബ്ലൗസ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, മുന്താണി ഇങ്ങനെ ഇരിക്കും. ഇതേത് പ്രായത്തിൽപ്പെട്ടവർക്കും, അതായത് തീരെ മീൻസ് ടീനേജിലൊക്കെയുള്ള പിള്ളേർ സാരി ഉടുക്കുന്നവർക്കെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഓഫീസ് ഒക്കെ ഒരു എബോവ് ഒരു 30s അല്ലെങ്കിൽ ഒരു 28 അങ്ങനെയൊക്കെയുള്ള ഒരു ജോലിക്കൊക്കെ പോകുന്നതല്ലേ, വർക്കിംഗ് വിമൻസ്, അങ്ങനെയുള്ളവർക്ക്, പിന്നെ ഫങ്ഷന് പോകാൻ, പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല നമ്മുടെ നല്ലതെന്ന് അങ്ങനെയല്ല പറയുന്നത്, എല്ലാം നല്ലത് തന്നെയാണ്. പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ കാറ്റഗറിപ്പെട്ടവർക്കൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള സാരീസാണ്. ഞാനിത് എടുത്തു പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ചില കാറ്റഗറിയിലുള്ളൊരു ചില ടൈപ്പ് ഡ്രസ്സാണ് ധരിക്കുന്നത്. ഇപ്പം ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ, അവർ ധരിക്കുന്ന ഒരു ഡ്രസ്സിന് അവർക്ക് ആ വർക്കിംഗ് ടൈമിന് അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കുള്ളൂ. അല്ലാതെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതിന് പറ്റുന്ന ഡ്രസ്സാണ്. ഇതാണ് ബ്ലൗസ് കേട്ടോ, ഡ്രസ്സാണല്ല സാരിയാണ്. ഞാനാണെങ്കിൽ ചില ദിവസത്തെ വീഡിയോ കാണുമ്പോൾ ഞാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞ ചിരിയും വരും, എനിക്ക് ദേഷ്യം വരുവേ. ബോർഡറെ കയറി മുന്താണി ഇതെന്ന് പറയും എന്നാ സിൽവർ കളറിന് കയറി, അല്ല കോപ്പർ കളറിന് കയറി സിൽവർ കളർ എന്ന് പറയും. ഞാൻ എന്നോട് തന്നെ ചോദിക്കും, എന്തുവാ വിദ്യയായി എന്നാ. ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക്, എന്നിട്ട് പീച്ചിൻ്റെ ഒരു മിക്സ് ഒന്ന് ഇച്ചിരി ഒന്ന് ചെയ്തു. ഇത് ബ്ലൗസ് ഒനിയൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് വേണേൽ പറയാം. മെറൂണിനെ കഴിഞ്ഞും അങ്ങനെ തോന്നുന്നു കേട്ടോ. ഡാർക്ക് ഒനിയൻ ഷെയ്ഡാണ്, മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല ഈ ബ്ലൗസിൻ്റെ ഷെയ്ഡേ. കണ്ടോ, ബ്ലൗസ് ഫുള്ളോടെ നിങ്ങൾ നോക്ക്. 1 മീറ്റർ എന്നാണേലും ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ ബ്ലൗസിന്. പിന്നെ അല്ലേ 1 മീറ്റർ മണ്ടയിലുണ്ടല്ലേ, 1 മീറ്റർ ഉണ്ട്, 1 മീറ്റർ എന്നാണേലും ഉണ്ട്. നല്ല ഒനിയൻ ഷെയ്ഡ്. ഇതൊക്കെ ബ്ലൗസായിട്ട് വരുമ്പോൾ എന്നാ ഒരു ഭംഗിയായിരിക്കും എന്നറിയോ. ഞാനൊക്കെ ശരിക്കും ബ്ലൗസിൻ്റെ ഇതിൽ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. കാരണം ബ്ലൗസ് നമുക്ക് ഒരു വലിയൊരു ഘടകം തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട്. ചിലപ്പോൾ സാരിയൊക്കെ നല്ലതായിരിക്കും, പക്ഷെ ബ്ലൗസ് വരുമ്പോൾ നമ്മൾ ഓർക്കും ആ ബ്ലൗസ് വേണ്ടായിരുന്നു, വേറൊരു കളറായിരുന്നു നല്ലത് എന്ന് തോന്നല്ലേ? തോന്നുന്നുണ്ടോ? ഇതുണ്ടോ ചോക്ലേറ്റ്, ഇതൊക്കെ ആർക്കും ചേരുന്ന കളറാണ്. ചിലരുടെ കയ്യിലും മനസ്സിലൊരു ധാരണയുണ്ട് ചോക്ലേറ്റ് ഷെയ്ഡെന്ന് പറയുമ്പം ഡാർക്ക് ആണെങ്കിൽ ചേരില്ല എന്ന്. അങ്ങനെയല്ല, ഞാൻ പറയുന്നു അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നലാട്ടോ. ഞാൻ പറയുന്നു മീൻസ് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അങ്ങനെയല്ല, അത് വെറും തോന്നൽ മാത്രം. ഇത് മുകളിലത്തെ ബോർഡർ, ഇത് താഴത്തെ ബോർഡർ, ഇത് ബ്ലൗസിൻ്റെ കളർ വരുമ്പോൾ ഈ ഒരു കളറില്ലേ ഒനിയൻ്റെ ഡാർക്ക് കളർ, ആ ഒരു കളർ തന്നെയാണ്. ഒനിയൻ്റെ ഒരു വകഭേദം. ഒനിയൻ എന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റത്തില്ല. നല്ല ഒരു ലുക്ക് തോന്നിക്കുന്ന ഒരു സൈസ് കളർ, ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ ചോക്ലേറ്റ് കളർ എന്ന് പറയാം. പാർലേജ് ബിസ്ക്കറ്റ് കളർ എന്ന് ഇപ്പോൾ എപ്പോഴും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ എൻ്റെ കളറാന്ന് ചിന്തിച്ചെങ്ങനെയാണ്. പാർലേജിയുടെ ഒക്കെ ബിസ്ക്കറ്റ് ഇല്ല, എൻ്റെ ചെറിയ പ്രായം തൊട്ടേ, കുഞ്ഞു പ്രായം തൊട്ടും ഇപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു സാധനം പാർലേജിയുടെ ബിസ്ക്കറ്റ്. എൻ്റെ അമ്മയുടെ അമ്മേനെ ആ കാര്യം വരുമ്പോൾ ഓർമ്മ വരുന്നേ. ആ പാർലേജി ബിസ്ക്കറ്റിൻ്റെ പുറത്തൊരു പെങ്കൊച്ചിൻ്റെ ഒരു പടം ഇങ്ങനെ കണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. എൻ്റെ ഇപ്പോഴും അത് ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇച്ചിരി ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ബിസ്ക്കറ്റ് തീറ്റയൊക്കെ ഇച്ചിരി കുറച്ചിട്ടുണ്ടെങ്കിലും. അപ്പോൾ അമ്മയുടെ അമ്മ വന്നിട്ട് എന്നെപ്പോലെയാണ് കൊച്ചിരിക്കുന്നത്, ഞാൻ കൊച്ചിലെ ഇരുന്ന പോലെയാണ് കൊച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അമ്മ ഞാൻ വലുതായി എനിക്ക് കൊച്ചുണ്ടായാലും എൻ്റെ അമ്മയുടെ അമ്മ വീട്ടിൽ വരുമ്പം ആ ബിസ്ക്കറ്റും കൊണ്ടുവരുമായിരുന്നു. എൻ്റെ ഞാനാണ് എൻ്റെ അമ്മ വീട്ടിലെ ആദ്യത്തെ കൊച്ചുമോള്. അപ്പം അന്ന് ഉണ്ടായ ഇപ്പം അമ്മയുടെ അമ്മ ഇല്ല കേട്ടോ, മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ഓർമ്മ അമ്മയ്ക്ക് എത്ര ഞാൻ വലുതായി എനിക്കൊരു കൊച്ചായാൽ പോലും ഞാൻ അന്നത്തെ ബിസ്ക്കറ്റ് തിന്നുന്ന ആ പെൺകുട്ടി തന്നെയായിരുന്നു. അവരൊക്കെ അല്ലേ, അവരൊക്കെ എനിക്ക് ചിലപ്പോൾ ഓർക്കുമ്പോൾ സങ്കടം വരും. ഗ്രാൻഡ് പേരൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. ദേ ഓറഞ്ച് ബ്ലൗസ്, ഇത് ബോർഡർ. ബോഡിക്ക് വരുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ. ഞാൻ പിന്നെയും പറയാം, നിങ്ങളൊരു കളർ ചോദിച്ചു, ആ കളർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഓപ്ഷൻസ് പറ്റൂല, നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല.
നിങ്ങളത് എടുക്കുക ഇതെടുക്കുക എന്നൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാകത്തേ ഇല്ല. നിങ്ങൾ ചോദിച്ചാൽ അത് സ്ഥിരം മേടിക്കുന്നവർക്കറിയാം, അയ്യോ അത് വേണ്ട ഇതെടുക്കുക എന്ന് നമ്മൾ ഒരിക്കൽ പോലും പറയില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം തരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഓപ്ഷൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. കാരണം ഇത് റീസ്റ്റോക്ക് ഉടനെ വരാൻ ചാൻസ് ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇതുണ്ടോ മുന്താണി, ബ്ലൗസ് ഇതാണ്. ഇത് കാണിച്ച് മടുത്തത്. ഒത്തിരി എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒറ്റ കളറിൻ്റെ ഇതിന് റിപ്പീറ്റേഷൻ ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഇത് ഫുള്ള് ഇങ്ങ് എടുത്തോ, ഇന്ന് മൊത്തം ഇങ്ങോട്ട് അയച്ചോ എന്നുള്ള രീതിക്കാണ് ഇത് പറഞ്ഞത്. ഇതിനെപ്പറ്റി ഒന്ന് കളറോ നേരത്തെ വന്നതാണോ ഒന്നും നോക്കിയില്ല. കാരണം എനിക്ക് അത്ര കോൺഫിഡൻസ് ആയിരുന്നു ഈ സാരിയുടെ കാര്യത്തിൽ. ഇതൊന്ന് കാണിച്ചാണോ? അല്ലല്ലേ, ഒനിയൻ്റെ ഒരു ഷെയ്ഡേ. ഇതിനൊരു ഇല്ല, ഇത് വീതി കൂടുതലുണ്ടോ ഇവിടുത്തെ ബോർഡറിന്? ഇല്ലല്ലേ, ഇല്ല തോന്നല്ല. അത് ബ്ലൗസാണ്, ബ്ലൗസിൻ്റെ ഭാഗമായി ഇവിടെ വന്നിട്ട്. ഇതിപ്പോൾ ഇല്ലേ വൈൻ കളറൊക്കെ ഇല്ലേ, വാടാമുല്ലയുടെ ഡാർക്ക്, അതാണ് ബോഡിക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്രയും കളർ ഏതൊക്കെയാണെന്ന് പറയാൻ ഭയങ്കര പാടാണ്. കുറേ കളേഴ്സ് ഉണ്ട്. എന്നിട്ട് അതിലൊന്നും വരും ബ്ലൗസായിട്ട്. ബ്ലൗസ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഈ ഒരു കളർ വരും. ബ്ലൗസിൻ്റെ കളർ ഇച്ചിരി ഡിമ്മാന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇവിടെ ഇത് വന്നേക്കുന്നതുകൊണ്ട് നല്ല രസമായി. അതിൻ്റെ മുന്താണിയും കൂടെ നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് മുന്താണി. നിങ്ങൾ ധൈര്യമായിട്ട് ഈ സാരിയിൽ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോ. നിങ്ങൾക്കൊരു ഫംഗ്ഷനോ എന്തെങ്കിലും ഇപ്പോൾ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലെങ്കിലും വരുമല്ലോ. മനുഷ്യൻ്റെ ലൈഫല്ലേ, എവിടെ നിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നല്ലതാണേലും ചീത്തയാണേലും നല്ലൊരു കാര്യം വരും, അപ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കും. അന്നേരം സാരി നോക്കി ഓടേണ്ടി വരില്ല. ഹായ്, നല്ലൊരു കളർ. ഈ കളറിന് എന്നാന്ന് പറയുന്നത് പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് അല്ലേ, പീച്ചിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ് കേട്ടോ. അങ്ങനെ ഒത്തിരി എടുത്ത് പറഞ്ഞാൽ പിന്നെ ആ സാരി തന്നെ എല്ലാവരും ചോദിക്കും. കാരണം എന്നാണെന്നറിയോ, ഞങ്ങൾ ഡയറക്റ്റ് കാണുന്നതല്ലേ, അല്ലെങ്കിൽ എന്നിലുള്ള വിശ്വാസമായിരിക്കാം ഞാൻ നല്ലതാണ്. ഇവിടെ ബാക്കിയുള്ളവരും കൂടെ പറയും നല്ലതാണെന്നല്ലാതെ എടുത്ത് പറയുന്ന സാരിക്ക് തന്നെയാണ് ഓർഡർ വരുന്നത്. അത് എനിക്കത് കേൾക്കുമ്പം ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയരുത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഒരു വേള ഞാൻ ചിന്തിക്കും, എന്നെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഞാൻ നല്ലതാണെന്ന് പറയുന്നത് കൂടുതൽ ചോദിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ എൻ്റെ സെൻസും എൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും തമ്മിൽ മാച്ചാവുമ്പോഴാണല്ലോ അതല്ലേ എൻ്റെ ബിസിനസ് സക്സസ് ആകുന്നത്. അതും ഉണ്ട്. ഞാൻ ഇതെല്ലാം ചിന്തിക്കും കേട്ടോ. ഞാനൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ അതിന് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഈ സ്റ്റഫാണ്. ആ ഒരു ടസറിൻ്റെ ഇത് വരും ബ്ലൗസ്. പീച്ച് മുന്താണി കാണിച്ചോ? ഇല്ലല്ലേ, കണ്ടോ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞല്ലോ. സമാധാനം ഇല്ല, ഇത് കാണിച്ചാണല്ലോ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ. സമാധാനം. ഞാൻ മടുത്തു. കാണുന്ന മുമ്പേ കാണിച്ചേ ക്രീമിൻ്റെ വേറൊരു ഇതല്ലേ കാണിച്ചേ. ഇതാ അടുത്തത് മുമ്പേ കാണിച്ച സാൻഡൽ ഷെയ്ഡിൻ്റെ ഇവിടുത്തെ പ്രിന്റിൽ വ്യത്യാസം വരുന്ന ഒരു സാരി കണ്ടോ. ഇതിന് വയലറ്റാണ് ബ്ലൗസായിട്ട് വന്നിരിക്കുന്നത്. നല്ല രസമായിരിക്കും കേട്ടോ, ലൈറ്റും ഡാർക്കും കൂടെ കൂടിയിട്ട്. പിന്നെ ഇതിൻ്റെ ആരോ പറയുന്നത് കേട്ടു, സാരിയിൽ അത് വാഷ് ചെയ്യാമോ, വാഷബിളാണോ എന്നൊക്കെ പറയണമെന്ന്. ഞാൻ എന്താണെന്നറിയാം, എല്ലാത്തിനും ഞാൻ കഴിവത് ഓർത്താൻ ഞാൻ പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ചിന്തിക്കും, ഒരുമാതിരി സാരി ഉപയോഗിക്കുന്നവർക്കൊക്കെ കാണുമ്പോൾ അതറിയാമല്ലോ, ഈ സാധനത്തെ പിടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് വാഷ് ചെയ്യാൻ പറ്റും. വാഷബിളായിരിക്കും എല്ലാം. ഡ്രൈ വാഷ് പാടുള്ളോ അതോ സ്വയമായിട്ട് വാഷ് ചെയ്യാമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരുമാതിരിയൊക്കെ അറിയാലോ എന്നുള്ളൊരു ഓർമ്മ എനിക്ക് വരുവേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാത്തിനും എടുത്ത് പറയുന്നത്. ഇതിനെ പലതും മറന്നു പോകും. ഈ സാരിയെ സംബന്ധിച്ച് ഇത് നിങ്ങൾ ഡ്രൈ വാഷിന് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ടസറാണ്, സെമി ടസറാണ്. എന്തോരാന്ന് പറഞ്ഞാൽ ടസറിൻ്റെ നൂലിട്ട് പോകാതെ ഇത്രയും ടസറിൻ്റെ ആ ഒരു റെപ്ലിക്ക ഫീല് ഇതിന് വരത്തില്ല. എത്ര റേറ്റ് വ്യത്യാസപ്പെട്ടിട്ട് ടസറിനിപ്പം ഞാൻ കാണിക്കാം അടുത്ത ദിവസം 5000-6000 റേറ്റുള്ള ടസർ സാരീസ് ഉണ്ട്. 5000 റേറ്റ് ഉള്ളതെന്നല്ല, 5000-6000 റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടസറിൻ്റെ നല്ല ടസറിൻ്റെ വില. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇത്രയും ഫീല് തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ടസറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത്രമേൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നാലും സ്വന്തമായിട്ട് വാഷ് ചെയ്യണ്ടെന്നേ, പെട്ടെന്നൊന്നും വാഷ് ചെയ്യണ്ട. അത് നല്ലതായിട്ട് തണലത്തിട്ട് ഇതൊക്കെ കളഞ്ഞിട്ട്
അയൺ ചെയ്യിക്കുന്നവരെ കൊണ്ട് അയൺ ചെയ്യിപ്പിച്ചങ്ങ് വെച്ചേക്കുവാണെങ്കിൽ നല്ല പുത്തായിട്ടിരിക്കും. പിന്നെ ടസറിൻ്റെ സാരികൾക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കബോർഡിനകത്ത് വിശ്രമിക്കാൻ അനുവദിക്കരുത്, ഇടയ്ക്ക് എടുത്ത് കാറ്റ് കൊള്ളിക്കണം. അതിപ്പോൾ ടസറാട്ടെ ഇതിൻ്റെ കാര്യമല്ല ഞാൻ പറയാം, ടസറിൻ്റെ സാരി പറഞ്ഞേ. കാഞ്ചീപുരം സാരികൾ, നല്ല സിൽക്ക് സാരി, കൂടിയ സാരികൾക്കെല്ലാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ നാളെയില്ലേ സൺഡേയിൽ ബ്ലൗസിൻ്റെ വീഡിയോ ഒത്തിരി നാൾ കൂടി കാണിക്കുന്നുണ്ട്. കയ്യിൽ നിറച്ചും വർക്കുള്ള അത്യാവശ്യം ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ബ്ലൗസ്. അപ്പോൾ കാണണം കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.